ഹായ് എവ്രി വൺ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കിടിലൻ ടോപ്പിക്കാണ്. അതായത് എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് എക്സൽ യൂസ് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഫോട്ടോനെ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എക്സൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ ഏതാണോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് ആ ഫോട്ടോ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ടാബിൽ പോവുക, പിക്ചേഴ്സ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, ദിസ് ഡിവൈസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോ എവിടെയാണോ ഉള്ളത് ആ ഫോൾഡർ എടുത്തിട്ട് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇൻസേർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോട്ടോ ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് വെക്കാവുന്നതാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഇതിനെ മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പ്ലേസ് ചെയ്യണം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഫോട്ടോന് പുറത്താണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹോം ടാബിലാണ് എത്തുക. അതേസമയം നമ്മൾ അകത്ത് വന്നിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ വരും, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോട്ടോന്റെ ഉള്ളിൽ കഴ്സർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ദെൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെയും ഓപ്ഷൻസ് ഉണ്ട്, മാർക്ക് ഏരിയാസ് ടു കീപ് ആൻഡ് മാർക്ക് ഏരിയാസ് ടു റിമൂവ് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് അല്ലേ. ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മാർക്ക് ഏരിയാസ് ടു കീപ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം എനിക്കിതിൽ വെക്കേണ്ട ഏരിയാസ് മാത്രം ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താലും അതങ്ങ് വെക്കാൻ പറ്റും. ഇവിടെ പോയിട്ടുണ്ട്, ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നു, കണ്ടോ. അങ്ങനെ നമ്മൾ വെക്കേണ്ട ഏരിയാസ് മുഴുവനും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്ക് ഏരിയാസ് ടു റിമൂവ് കൂടി ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതൊന്നും നമുക്ക് വേണ്ട അല്ലേ. അപ്പോൾ ആ ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ റിമൂവ് ചെയ്യേണ്ട ഏരിയയും അതുപോലെ തന്നെ വെക്കേണ്ട ഏരിയയും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കീപ് ചേഞ്ചസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റും മാറിയിട്ടുണ്ട് അല്ലെ, റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് പിക്ചറിൽ കഴ്സർ വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് ആസ് പിക്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിൽ സേവ് ചെയ്ത് വെക്കാം. കണ്ടോ, നമ്മുടെ പിക്ചർ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ആയിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട്, ഇതിന് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇൻസേർട്ട് ടാബിലേക്ക് വരിക, പിക്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഡിവൈസ് സെലക്ട് ചെയ്യുക, ദെൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് വേണ്ടുന്ന ബാക്ക്ഗ്രൗണ്ട് എവിടെയാണുള്ളത് ആ ഫോൾഡർ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇതൊന്ന് വലുതാക്കി കൊടുക്കുകയാണ്. ദെൻ ഈ പിക്ചറിനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് ഇടാം. പക്ഷേ നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് ആയിട്ടും ബാക്കിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ പിക്ചറിൽ കഴ്സർ വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് കൊടുക്കുക. ദെൻ അത് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്നത് കാണാം. ഇതിന്റെ സൈസും ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഈ പിക്ചറിന് എവിടെ വേണമെങ്കിലും ഇനി പ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടും ഇതിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, കണ്ടല്ലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സൽ യൂസ് ചെയ്തിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും പറ്റും, മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മുടെ പിക്ചറിനെ കൊണ്ടുവരാനും സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു പിക്ചർ യൂസ് ചെയ്ത് തംബ്നെയിലോ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. വിൻഡോസ് ഷിഫ്റ്റ് എസ് ആണ് അതിനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, വിൻഡോസ് ഷിഫ്റ്റ് ആൻഡ് എസ്. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് സേവ് ചെയ്ത് വെക്കാം. അപ്പൊ ഇതാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്ക്രീൻഷോട്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി തംബ്നെയിലിനോ എന്തിനു വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ടെക്നിക്ക് കൂടി കാണാം. അതായത് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ എങ്ങനെയാണ് ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം, അതായത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. പിക്ചേഴ്സിൽ പോകുന്നു, ദെൻ ദിസ് ഡിവൈസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു പിക്ചർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇൻസേർട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. കളർ എന്നുള്ള ഓപ്ഷനിലേക്ക് വരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഈ എക്സലിന് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ട്രാൻസ്പെറൻറ്റ് കളർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഏത് കളറാണോ ഈ പിക്ചറിന് റിമൂവ് ചെയ്യേണ്ടത് ആ കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ട, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത അതേ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കളേഴ്സ് ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് അതങ്ങ് റിമൂവ് ആയിക്കോളും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.